അപ്പൊ ഈ ശരീരത്തിൽ നിലനിൽക്കാൻ ആരുടെ ആവശ്യമുണ്ട്? ഭൂമിയുടെ. കുടിക്കാൻ വെള്ളം വേണം, അത് പ്രകൃതി തരണം. പിന്നെ ശ്വസിക്കാൻ വായു വേണം. ഈ ശരീരത്തിൽ ആഹാരാദികൾ ദഹിക്കാൻ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ അഗ്നി വേണം. പിന്നെ ഈ ശരീരത്തിന് സഞ്ചരിക്കാൻ പുറത്തും അകത്തും ഭക്ഷണമുള്ളിൽ എത്തണമെങ്കിലൊക്കെ സ്പേസ് വേണം. അപ്പൊ ഈ ശരീരത്തിന് നിലനിൽക്കാൻ ആരൊക്കെ വേണം? ഭൂമി വേണം, വെള്ളം വേണം, അഗ്നി വേണം, വായു വേണം, ആകാശം. ഇതിനെ വിളിക്കുന്നത് പഞ്ചഭൂതങ്ങൾ. അപ്പൊ ശരീരം പഞ്ചഭൂതത്തിൽ നിന്ന് വന്നു, പഞ്ചഭൂതത്താൽ നിലനിർത്തി ശരീരം തിരിച്ചു പോകുന്നത് പഞ്ചഭൂതത്തിലേക്ക് ആണല്ലോ. എന്നാൽ മനസ്സിനെ നിലനിർത്തുന്നത് ഈ പഞ്ചഭൂതാണോ? ആണോ? അല്ല. അതെങ്ങനെ മനസ്സിലായി? ശരീരം ഇല്ലാതിരിക്കുമ്പോഴും മനസ്സ് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ശരീരം മരിച്ചു കഴിഞ്ഞാൽ നമ്മള് ശരീരം വിട്ടുപോയി എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ചിന്തിക്കും നിങ്ങൾ. ചോദ്യം ഇതാണ്: ശരീരം ഇല്ലാതെയും ശരീരബോധമില്ലാതെയും മനസ്സ് നിലനിൽക്കുമോ? അപ്പൊ ശരീരബോധമില്ലാതെയും മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? പഞ്ചഭൂതങ്ങളല്ല. ശരീരമില്ലാതെയും ആര് നിലനിൽക്കുന്നുണ്ട്? മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ഈ മനസ്സിനെ നിലനിർത്തുന്നത്? അപ്പൊ അവര് മനസ്സിലാക്കി, വളരെ ശ്രദ്ധിച്ച് പറയുന്നത്, മനസ്സ് ഉറങ്ങുന്നുണ്ട്, ഉണരുന്നുണ്ട്, ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ആരാണോ മനസ്സിനെ ഉണർത്തുന്നത്, ആരാണോ മനസ്സിനെ ഉണർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്, ഏതൊരു ശക്തിയാണോ മനസ്സ് ഉറങ്ങുമ്പോഴും അതിനെ നിലനിർത്തുന്നത്, അത് തന്നെയായിരിക്കണം മനസ്സിന്റെ ഉറവിടം. ഒന്നുകൂടി വ്യക്താക്കാം. നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ശരീരമാണോ ഉണരുന്നത് അതോ മനസ്സാണോ? അപ്പോ ശരീരം ഉണരുന്നതിന് മുമ്പ് ആര് ഉണരണം? രാവിലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഉണരണ്ടേ, സമയത്തിന് കുറച്ചുകൂടി കിടക്കാം. സൺഡേ ഒക്കെ ആണെങ്കിൽ ആകെ സൺഡേ ആണ് മനസ്സിലായി, അല്ലേ? ഇന്ന് സൺഡേ അല്ലേ, എന്തിനാ എണീക്കണേ? എന്നാലും എണീക്കുകയാണ്, ശീലമുള്ളതല്ലേ, കുറച്ചു പാട്. ഇതെല്ലാം ഡിസ്കഷൻ, ഒരു ഗീത ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളില്. അർജുന ശ്രീകൃഷ്ണ സംവാദമൊക്കെ